ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കോവയ്ക്കയുടെ റെസിപ്പിയാണ്. ഒരു കോവയ്ക്ക ഫ്രൈ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അപ്പം നമുക്ക് ഈ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതാ നമ്മുടെ കോവയ്ക്ക ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു 1/4 കിലോ കോവയ്ക്കയാണ്. നല്ല പിഞ്ച് കോവയ്ക്ക തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഈ കോവയ്ക്ക നമുക്ക് ഒന്ന് കട്ട് ചെയ്യണം. ഇത് കുറച്ച് നീളം കൂടിയ കോവയ്ക്കായ കാരണം ഞാൻ 2ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെ നല്ല ഇളയ കോവയ്ക്ക എടുക്കാൻ ശ്രദ്ധിക്കുക. അതിനാണ് ടേസ്റ്റ് കൂടുതൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ വട്ടത്തിലോ അതും അല്ലെങ്കിൽ നീളത്തിലോ കട്ട് ചെയ്യാം. ഞാനിവിടെ ഇങ്ങനെ നീളത്തിലാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കുക. ഇതേപോലെ കനം കുറച്ചാണ് അരിഞ്ഞെടുക്കുന്നത്. അപ്പം ഞാനിതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. ഇപ്പോൾ നമ്മുടെ കോവയ്ക്കെല്ലാം ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തു. ഇനി നമുക്കൊരു പാത്രം ചൂടാക്കാൻ വേണ്ടി വെക്കാം. നമ്മുടെ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. തീ ഇപ്പോൾ കുറച്ച് വെച്ചാൽ മതി. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പില. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 പച്ചമുളകാണ്. ഒന്ന് നെടുവേ കീറിയിട്ടിട്ടുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 4 വെളുത്തുള്ളി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത്. വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് വഴറ്റിയെടുക്കുക. ചെറിയ രീതിയിൽ വെച്ച് 1 മിനിറ്റോളം ഒന്ന് വഴറ്റിയാൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഒരു 10-12 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞേക്കുവാണ്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സവാള എടുക്കാം. സവാള ആണെങ്കിൽ 1 എടുത്താൽ മതി. അത് കനം കുറച്ച് അരിഞ്ഞെടുക്കുക. പക്ഷെ കൂടുതൽ ടേസ്റ്റ് നമ്മുടെ ചെറിയ ഉള്ളിക്കാണ്. ഇനി ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. കളറൊന്നും ചേഞ്ച് ആകേണ്ട ആവശ്യമില്ല. ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി. അപ്പോൾ അതാ നോക്കി നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ കോവയ്ക്ക ചേർത്ത് കൊടുക്കാം. നമ്മൾ കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ നമ്മുടെ കോവയ്ക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ അതാ എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇതിൽ നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കണില്ല. കോവയ്ക്കയിൽ നിറയെ വെള്ളമുണ്ട്. ആ വെള്ളത്തിൽ തന്നെയാണ് നമ്മുടെ കോവയ്ക്ക നന്നായിട്ട് വെന്ത് കിട്ടുന്നത്. വേറെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. തീ കുറച്ച് തന്നെ വെക്കുക. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാത്ത കാരണം തീ കൂട്ടി കൊടുത്താൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും. ചെറിയ രീതിയിലിരുന്ന് നമ്മുടെ കോവയ്ക്ക നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഒരു 7-8 മിനിറ്റിനുള്ളിൽ നമ്മുടെ കോവയ്ക്ക നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. എല്ലാം കൂടി ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് തുറന്നിളക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ കോവയ്ക്ക ഇപ്പോൾ റെഡിയാകും. ഈ സമയം കൊണ്ട് നമുക്ക് ഒരു മിക്സി ബൗളിലേക്ക് 1/4 കപ്പിൻ്റെ അടുത്ത്, 1/4 കപ്പ് ഫുള്ളായിട്ട് വേണ്ട, വളരെ കുറച്ച് മാത്രം തേങ്ങ ഒരു മിക്സി ബൗളിലേക്ക് ഇട്ടിട്ട് ഇത് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കാതെ ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. നമ്മുടെ തേങ്ങ നന്നായിട്ടൊന്ന് പൊടിഞ്ഞു വരണം. അത്രയേ ഉള്ളൂ. ഈ ഒരു പരുവത്തിനൊന്ന് പൊടിച്ചെടുക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. നമ്മുടെ കോവയ്ക്ക ഇപ്പോൾ വെച്ചിട്ടൊരു 5-8 മിനിറ്റ് ആയിട്ടുണ്ട്. നോക്കി നമ്മുടെ കോവയ്ക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊന്നും ഒഴിച്ചില്ലെങ്കിൽ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കോവയ്ക്ക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. ഞാനിതിലേക്ക് 1 ടീസ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യണത്. സാധാരണ മുളക് പൊടിയായാലും മതി. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി.
പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പെരിഞ്ജീരകം എന്ന് പറയുമ്പോൾ വലിയ ജീരകം, ഫെന്നൽ സീഡ്സ് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പൊടികളുടെ പച്ചച്ചവ മാറുന്ന വരെ 1 മിനിറ്റോളം ചെറിയ തീയിലൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതാ 1 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പൊടികളുടെ പച്ചച്ചവയൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചില്ലേ ഇപ്പോൾ തേങ്ങ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വീണ്ടും ഒരു 2 മിനിറ്റോളം നമുക്ക് ഇളക്കി കൊടുക്കാം. 2 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ തേങ്ങയുടെ പച്ചച്ചവയൊക്കെ ഉണ്ടല്ലോ അതും നന്നായിട്ട് മാറിക്കോളും. അപ്പം നിങ്ങൾക്ക് തേങ്ങ ചേർക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ അത് ഒഴിവാക്കാം. അത് ചേർത്തില്ലെങ്കിലും ഇത് നല്ല ടേസ്റ്റിയാണ്. തേങ്ങ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അതാ ഒരു 2 മിനിറ്റോളം നമ്മൾ ഇളക്കി കൊടുത്തു. ഫ്രൈ ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കോവയ്ക്ക വാങ്ങുമ്പോൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.